ഒക്കെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് പറയുന്നത്. കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മ വന്ന്, അപ്പം അമ്മയുടെ മകൾ 3 കിട്ടി, മൂന്നാമത്തെ ഇതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ ഈ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റെക്കീപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകണം, നിങ്ങളുടെ മകളുടെ കയ്യിലാണ് കുഴപ്പമിരിക്കണമെന്ന്. അവളല്ലേ അതെ, പക്ഷേ എന്തായാലും അവർ കടിച്ചേ പിടിച്ചതെന്ന് പറഞ്ഞ് ഈ മകളുടെ കൂടെ നിൽക്കത്തുള്ളൂ. പല മാതാപിതാക്കന്മാർ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഈ കൗൺസിലിംഗ് ജീവിതത്തിൽ. അതായത് ഇവൾ തന്നെയാണ് ഈ മാതാപിതാക്കന്മാർ ഈ മക്കളെ ഈ ഭർത്താവിനെ എല്ലാം ഇട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നതും 2 കൊല്ലം കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കും. പക്ഷേ എന്നാലും ഈ മാതാപിതാക്കന്മാർ ഇവളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പം പല കുടുംബങ്ങളിലും ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഭിന്നിച്ച് ജീവിക്കുന്നതിൻ്റെ പിന്നിലെല്ലാം മാതാപിതാക്കന്മാർ വിചാരിച്ച സെറ്റ് ചെയ്തെടുക്കുക. ഒരു 30% സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. 30% മാതാപിതാക്കന്മാരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത്. കാര്യം ഇവളുടെ കയ്യിൽ ഒരു തുറുപ്പുണ്ട്. എന്താ സാധനം? നിങ്ങളെന്നെ തള്ളിക്കളയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അവളൊന്നും ആത്മഹത്യ ചെയ്യാൻ പോണില്ല. പക്ഷേ എന്നാൽ ഇത് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ തന്നെ ഉറച്ചു നിൽക്കും. ഈ ആൾ ഉടമ്പടിയുമായിട്ട് എന്തുമാത്രം യോജിച്ചു പോകുമെന്ന് അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നീ ഒരു കാലത്ത് ചെയ്ത ഉടമ്പടി നീ തന്നെ നിൻ്റെ തന്നിഷ്ടം തോന്നിവാസവും തണ്ട് രോഗവും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തണ്ട് രോഗം കൊണ്ട് നീ ഉടച്ചു കളഞ്ഞാണ് ഉടമ്പടി. അത് നീ തിരിച്ചെടുക്കാൻ വേണ്ടി നിൻ്റെ കയ്യിൽ നിന്നാണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നീ മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചു വന്ന് ആ ഉടമ്പടി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൺപിള്ളേർ ഇങ്ങനെ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്നുണ്ട്, ഒത്തിരി ആൺപിള്ളേർ. പക്ഷേ പെൺപിള്ളേർക്ക് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, നിങ്ങളെ പെൺപിള്ളേർ എന്നെ കുറ്റം പറയുകയൊന്നും ചെയ്യരുത്, ഞാൻ ദിവസം കാണുന്ന ഒരു കാഴ്ചയാണ്. പെൺപിള്ളേർ പലപ്പോഴും സാഡിസ്റ്റുകളാണ്. സാഡിസ്റ്റ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ദുഃഖിക്കുന്നതിൽ അവർക്കൊരു വിഷമമില്ല. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള സത്യമാണ്. അവർ വിഷമിക്കുന്നവർ മറ്റുള്ളവർ അങ്ങനെ തന്നെ വേണം, ഒന്നും ചെയ്തില്ലേ, എന്താണ്ടി അയാളെ ചെയ്തത്, അത് പറയുമ്പോൾ ബബബ ജപജപയൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ സാഡിസം സൂക്ഷിച്ചു കിടണം. എന്താ ക്രൂര വിനോദം പോലെയാണ്. ചില ആൾക്കാർക്ക് ക്രൂര വിനോദം പോലെയാണ് മറ്റുള്ളവർ സങ്കടപ്പെട്ട് കാണുന്നതൊക്കെ. ഇങ്ങനെ ക്രൂര വിനോദക്കാർക്ക് ഉടമ്പടി എന്തുമാത്രം വർക്കൗട്ട് ചെയ്യുമെന്നറിയത്തില്ല. നിങ്ങൾ ക്രൂര വിനോദം മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ വിഷമമുള്ളവരാണെങ്കിൽ കണ്ണുനീരോടെ കർത്താവിന് മുമ്പ് കൈനീട്ടി. നിങ്ങൾക്ക് സമയം കുറവാണ്. കാര്യം ദൈവം ഒരു സമയം തരും. ഒരു 40-44 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ദുരന്തം ആരംഭിക്കും. അതിന് മുമ്പ് നിങ്ങൾ പട്ടാങ്ങി പറഞ്ഞ് ഇതൊരു ഒത്തുതീർപ്പ് എത്തണമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് ദൈവം തന്നെ നമുക്ക് കാലത്തിലൂടെ പണി തരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കണത്, നമ്മൾ എത്ര സത്യസന്ധരാണെന്ന് പറഞ്ഞാലും എത്ര വിശ്വസ്തരാണെന്ന് പറഞ്ഞാലും ദൈവം പറയും ആ വിശ്വസ്തയാണ് കൊണ്ടേ പുട്ടുപുഴുങ്ങി തിന്നാൻ പറയും, എനിക്ക് ആവശ്യമില്ലെന്ന് പറയും. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്ത മോശമായിട്ടല്ല, ദൈവം പറയേണ്ട കാര്യം നീ ഇവിടെ എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും നീ ചിന്തിക്കേണ്ടതാണ് അവസ്ഥാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ, അതാണ് പ്രശ്നം. നീ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല വിഷയം, അവസാനം നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ, അതാണ് ദൈവം നോക്കണത്. അത് കാരണം എന്തു ചെയ്യും, കാലം ഇങ്ങനെ മാറ്റി തരും. ഒരേ കാലം തന്നെ തരത്തില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ല വിശ്വസ്തരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നല്ല സത്യസന്ധരായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കുകയോ ഞാൻ എന്തുമാത്രം ആൾക്കാർ എന്തുമാത്രം ദൈവത്തെ നിന്ദിച്ചും അതുപോലെ തന്നെ ദൈവത്തെ വേണ്ടാതെയും കള്ളത്തരും കരിഞ്ചന്തയും കള്ളനോട്ടും കഞ്ചാവും ഒക്കെ ഇട്ട് നടക്കണം. അവർക്കൊരു പ്രശ്നമില്ല. ഞാൻ മനസ്സാക്ഷി കൊണ്ട് ജീവിക്കണേ, എനിക്കാണല്ല ഈ പാരയും പണിയും വരണത് എന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് നീ ഇപ്പം നീ കഞ്ചാവും വലിക്കണില്ല, കള്ളത്തരം കാണിക്കണില്ല, നിൻ്റെ പേര് പോലീസ് കേസും ഇല്ല, നീ ഒരു നല്ല ദൈവവൈദ്യരാണെങ്കിലും പക്ഷെ അതുകൊണ്ട് കഥയില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതെപ്പോഴും നമ്മൾ ദൈവമായിട്ട് അടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, നല്ലതാണ്. എന്താണ്, എത്ര നമ്മൾ സത്യസന്ധരായാലും കർത്താവ് പറയും ഞാൻ ടൈം ചേഞ്ച് ചെയ്യും കേട്ടോ എന്ന് പറയും. ഞാൻ ടൈം ചേഞ്ച് ചെയ്യും. എന്തിനാണ്? നമ്മളെല്ലാം മറ്റുള്ളവരുടെ അവതാരത്തിലും ചക്കാത്തിലാണ് ഇങ്ങനെ ജീവിച്ചു പോണതേ. ഇപ്പം നമുക്കുള്ള വിശ്വാസം ചക്കാത്ത വിശ്വാസമല്ലേ.
പലരുടെയും ആൾക്കാരുടെയും വിശ്വാസം എന്ത് വിശ്വാസമാണ്? ചക്കാത്ത വിശ്വാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവൻ്റെ അത് കേട്ടിട്ട് അന്തൊരു സുഖമാണ് അങ്ങനെ ചെയ്ത്, മാതാവ് ഇങ്ങനെ ചെയ്ത്, അതുപോലെ തന്നെ കൊച്ചുറേശ ഇങ്ങനെ ജീവിച്ച്, ഇങ്ങനെ തോമാശ്രീക അങ്ങനെ ചെയ്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടേക്ക് നിന്ന് കിട്ടിയിട്ടുള്ള എരവ് മേടിച്ച് നടക്കുന്ന വിശ്വാസമാണ്. പണ്ടൊക്കെ ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാലത്ത്, പാവപ്പെട്ടക്കാരൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിന്. അന്നിങ്ങനെ വസ്ത്രം വരെ എരവ് മേടിക്കുമായിരുന്നു ആൾക്കാർ. ഇപ്പം അങ്ങനെ എരവൊന്നുമില്ല. പക്ഷേ ഇപ്പം വിശ്വാസം എരവുണ്ട്. എരവ് വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 65 വയസ്സുണ്ട്, ഇപ്പോഴും വിശ്വാസം എരവ് മേടിച്ചതാണ്. വീട്ടിലേതും നാട്ടിലേതും വിശുദ്ധന്മാരുടേതും പള്ളിപ്രസംഗത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾക്ക് സ്വന്തമായിട്ട് വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? നിങ്ങൾ എത്ര പരിശുദ്ധനാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങൾക്ക് കാലം മാറ്റി തരും. അതാണ് നടപടി പുസ്തകത്തിന് 17:26 വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. നോക്കിയേ. ഭൂമുഖം മുഴുവൻ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തിരിക്കണം? ദൈവം നിശ്ചയിച്ച് കൽപ്പിതമായിട്ട് ദൈവം നിശ്ചയിച്ചാലും നമ്മൾ ഓപ്ഷനല്ല, നമ്മൾ സെലക്ട് ചെയ്തതല്ല. സെലക്ഷനില്ല, കാലത്തിന് സെലക്ഷനില്ല. നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ PDC കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യാം. ചില കൊമേഴ്സ് എടുക്കും, ചില ആൾക്കാർ സയൻസ് എടുക്കും, ചില ആൾക്കാർ മാത്തമാറ്റിക്സ് എടുക്കും, ചില ആൾക്കാർ ലാംഗ്വേജ് എടുക്കും. നമുക്ക് PDC കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് നമുക്ക് ഓപ്ഷനുണ്ട്, സെലക്ട് ചെയ്യാം. പക്ഷേ ബൈബിളിൽ കാലത്തിന് ഓപ്ഷനില്ല, സെലക്ഷനില്ല. അത് അലോട്ട്മെൻറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധിയും അലോട്ട്മെൻറ്റും തമ്മിൽ ബന്ധമില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടാ? ദൈവത്തിന് കടുത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ ഇതൊക്കെ. നിങ്ങൾ വിശുദ്ധമായിട്ട് ജീവിച്ചിട്ട് നിങ്ങൾക്ക് ക്ലേശങ്ങൾ വരുമ്പോൾ ഈ ചെടുത്തിനെ പോലെ നിങ്ങൾ പറയും, എന്താ ചെടുത്തി എന്താ പറഞ്ഞത്? ഉടമ്പടി എടുത്തിട്ട് എന്തിനാണ് മാതാവേ എനിക്കിങ്ങനെയെന്ന് ചോദിക്കണില്ലേ? അതായത് അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ എത്ര വൃത്തിയും മെനയായിട്ട് ജീവിച്ചാലും ശരി, ദൈവം കാലത്തിന് നമുക്ക് ദൈവം സെലക്ട് ചെയ്ത് തരണതാണ്. ചിലപ്പോൾ കണ്ണീരിൻ്റെ കാലമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പരിത്തപ്പെടുന്ന ഒരു കാലമായിരിക്കും, ചിലപ്പോൾ സന്തോഷത്തിൻ്റെ കാലമായിരിക്കും. അതെന്തിനാണ് ഇങ്ങനെ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കാലത്തിന് ഓപ്ഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കണം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിനൊക്കെ അറിഞ്ഞ് മാന്യം മര്യാദക്ക് സുവിശേഷമായിട്ട് ജീവിച്ചാൽ നമുക്ക് പുലിവാലൊന്നും ഉണ്ടാകത്തില്ല, സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല, സത്യമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അതായത് നിങ്ങളെ വിശുദ്ധി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ വലിയ സമാധാനമായിട്ട് ജീവിക്കാനാണ്, സുരക്ഷിതമായിട്ട് ജീവിക്കാനാണ്. പട്ടി കടിക്കരുത്, പാമ്പ് കടിക്കരുത്, ഇടിവെട്ട് കൊള്ളരുത്. അതിനു വേണ്ടിയുള്ളൊരു മിനിമം പ്രോഗ്രാമായിട്ടാണ് നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നണില്ല. നിങ്ങൾ എത്ര വിശുദ്ധിയോട് ജീവിച്ചാലും അവറാച്ച പണി വരുന്നുണ്ട്. എന്താ കാര്യം? ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതെന്താ ലക്ഷ്യം എന്ന് വായിച്ചേ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:27. അപ്പോസ്തല പ്രവർത്തനം 17:27. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിന്. എന്താണ് ഇത് പ്രശ്നം? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലവും വാസഭൂമിയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആൻഡ് സ്പേസാണ്. ടൈം മാത്രമല്ല, സ്പേസും ഉണ്ട്, വാസഭൂമിയുണ്ട്. ഈവൻ്റ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കൺട്രോളിലല്ലെന്നാണ് ഈ പറയണത്. പല മനസ്സിലാകുന്നുണ്ടോ? ഒരു ഈവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഭവം. നമ്മുടെ ജീവിതം ഇങ്ങനെ സംഭവ ബഹുലമല്ലേ? സംഭവങ്ങളുടെ ശ്രേണിയാണല്ലോ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു സംഭവം നടക്കുന്നത് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. ഈവൻ്റ് നമ്മുടെ കൺട്രോളിലല്ല. എന്താ കാര്യം? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലവും പാർപ്പിടവും കൽപ്പിച്ച് നൽകുന്നു. പാർപ്പിടം എന്താണ്? സ്പേസ്, വാസഭൂമി. അപ്പം ടൈമും സ്പേസും ആരാണ് അലോട്ട് ചെയ്യണത്? ദൈവമാണ്. എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ടൈമും സ്പേസിലുമാണ് ഈവൻ്റ് ഒക്കർ ചെയ്യണത്.
ഓരോ സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ലെന്നാണ് ഈ പറയണത്. പിടികിട്ടണുണ്ടോ? ഇത് മീൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഓരോ സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് നോട്ട് അവർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ല. ചിലത് നമ്മൾക്ക് കണ്ണിൽ കൊള്ളാനുള്ളത്, പിരികത്ത് കൊള്ളാനുള്ളത്, കണ്ണിൽ കൊള്ളാനുള്ള പിരികത്ത് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റും. ചിലത് ദൈവം മാറ്റത്തില്ല. അതിനാണ് നമ്മൾ കുരിശെന്ന് പറയണത്. മാറ്റുന്നതിനെ കുരിശെന്ന് പറയത്തില്ല, മാറ്റാത്തതിനെയാണ് കുരിശെന്ന് പറയണത്. ഈശോ ജീവിതത്തിൽ അഡ്രസ്സ് ചെയ്യണത് കുരിശാണ്. ഈശോയും പറയും, മക്കളെ, കുറേ കാര്യം ദൈവത്തിന് മാറ്റാൻ പറ്റും, ചിലത് ദൈവം മാറ്റത്തില്ല. എന്താ കാര്യം? നിത്യതയെ കണ്ടുകൊണ്ട് തരണ സംഭവമാണ്. അതാണ് ഈശോ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മത്തായി 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അടുത്ത വചനം എന്താ? സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്ക്, ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവകന് ഉണ്ടായിരിക്കും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവകൻ ഉണ്ടായിരിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ കുരിശിൻ്റെ വചനങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ കാലം നൽകുമ്പോൾ ദൈവമാണ് ഈ കാലവും ദേശവും നൽകുന്നത്, വസിപ്പിടങ്ങൾ നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ചില ഈവൻസ് നമുക്ക് മാറ്റാം, ചിലത് അലോട്ടഡാണ്, മാറ്റാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ കുരിശെന്ന് വിളിക്കുന്നത്. ഈ കുരിശ് എന്ത് ചെയ്യണമെന്ന് പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് എൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതായത് ഈ ഭജന അവസാനിക്കുന്നത് ഞാൻ ഉള്ളിടത്ത് എൻ്റെ, അപ്പോൾ ഈ സേവകനും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ സ്വർഗാരോഹണ ദിവസത്തിൽ നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയേ ചില മാറ്റാനാവാത്ത ചില ഭാരങ്ങളെ ദൈവനാമത്തിൽ എടുക്കുമ്പോഴാണ് ഈ നിത്യതയുടെ ബാക്കി അലോട്ട്മെൻറ്റുകൾ നമ്മുടേക്ക് നിന്ന് വാങ്ങിക്കണത്. മനസ്സിലായി? അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ചില മാറ്റപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ഇപ്പോൾ കൃപാസനത്തിലാണെങ്കിൽ കൃപാസനത്തിൽ വന്നിട്ടും അത് ദൈവഹിതം മറിച്ചാണെങ്കിൽ
ആ വിഷയം നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി സൂക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം കഴിഞ്ഞ ദിവസം 23 വർഷമായിട്ട് മക്കളില്ലാത്തവർ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മക്കളെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് 23 വർഷം മക്കളില്ല, ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർക്ക് മക്കളെ കിട്ടി. പക്ഷേ ഇപ്പോഴും മക്കളില്ലാത്ത ആൾക്കാർ വേറെ ഉണ്ട്. അപ്പം ചില ആൾക്കാർക്ക് അവരിങ്ങനെ റെക്കോർഡ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും ആ മക്കളുടെ വിഷയങ്ങൾ അവർ വിചാരിക്കണത് എപ്പോഴെങ്കിലും ദൈവം തരുമെന്നാണ്. ഞാൻ ഇന്നലെ മക്കളില്ലാത്ത ഒരാളെ കണ്ട്, ഇന്നലെ അവരെ കണ്ടാണ്. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു സംശയം തോന്നിയായിരുന്നു. കാര്യം ആ ചേട്ടായിക്ക് 48 വയസ്സും ആ ചേച്ചിക്ക് 46 വയസ്സോ മറ്റോ ഉണ്ട്. 50 46 ആയിട്ട് നിൽക്കുകയാണ്, മക്കളില്ല അവർക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉടമ്പടി 1 പുതുക്കിയിട്ടുള്ളൂ. പക്ഷേ ഉടമ്പടി ഒരു 3 പുതുക്കിയിട്ട് ഞാൻ 3ാമത്തെ പ്രാവശ്യം അവർ വരികയാണെങ്കിൽ ഞാൻ അവരുടെ കാര്യം പറയും. എന്താ കാര്യം? നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളെ ശരിക്കും ടാർഗറ്റ് ചെയ്തത് ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. കുഞ്ഞിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. ഇപ്പം കുഞ്ഞ് നിങ്ങൾക്ക് തന്നാത്താലും, ഇനിയിപ്പോൾ കുഞ്ഞ് തന്നാൽ നിങ്ങൾക്കിപ്പോൾ 40 വയസ്സ്, ഇനിയിപ്പോൾ അവന് 35 വയസ്സാകുമ്പോൾ നിങ്ങൾ മരിക്കും. 35 കൊല്ലത്തേക്ക് മാത്രമേ ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ 35 കൊല്ലമല്ലാതെ ദൈവം നിത്യതയാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കണമെങ്കിൽ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയും. കാര്യം ഈ ചില കുരിശുകൾ, മാറാത്ത ചില കുരിശുകൾ ക്രിസ്തുവിൻ്റെ പേരിൽ ദൈവസ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ ബാക്കി തുക അടക്കുന്ന പോലെ ഇരിക്കും. ഇത് കറക്റ്റ് കാര്യമാണ്. അതായത് നമ്മൾക്ക് തന്നെ നമ്മുടെ നിത്യജീവന് കാര്യം ക്രിസ്തു ഈ കുരിശിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്രിസ്തു ഒരു പ്രാർത്ഥനാ രൂപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല നമുക്ക് തന്നത്. നിത്യത എന്ന് പറയുന്ന വിഷയത്തിന് ഈശോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ 501 വിശ്വാസപ്രമാണം ചെല്ലാനാണ് പറയണത്. അല്ല, അതാണ് സംഭവം. ഈ കുരിശിന് ഭയങ്കര വിലയാണ് എൻ്റെ അകത്ത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇവർക്ക് 55 വയസ്സുകാരന് മക്കളില്ല. അപ്പം അവിടെ സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞ് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് അവരുടെ സ്വയം. അത് പരിത്യജിക്കാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ട് അവസാനം 1-2 കാര്യങ്ങൾ മട്ടുപോലെ ഇങ്ങനെ തങ്ങും. അത് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ നടക്കാത്ത കാര്യം വെച്ചോട്ട് ദൈവത്തിന് നിങ്ങളെ അളക്കും. അത് പണിയാവും. അങ്ങനെ ചെയ്യരുത്. നടക്കാത്ത കാര്യം വെച്ചിട്ട് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കത് നടന്നില്ലല്ലോ എന്ന് പറയും. നടന്ന കാര്യങ്ങളെല്ലാം ഈ പന്നി മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ സങ്കടമേ. നടന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകും, അതെല്ലാം ഇവർ തന്ത്രപൂർവ്വം മറന്നു പോകും. അവസാനം നടക്കാത്ത 2 കാര്യങ്ങളുണ്ടാകും. അതാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യണത്. എന്താണ് പറയണത്? ഞാൻ ഇത്രയോ കണ്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിന് ഇങ്ങനെ ദൈവത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം, അതോടുകൂടി ഉടമ്പടി 2 കണ്ടിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു അറ്റം. അതുകൊണ്ട് ജോഷുവ അതാണ് പറയണത്, നിങ്ങൾ ഭയപ്പെടരുത്. സംഖ്യ 14:9 നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. കണ്ടേ, അതേ കിടക്കണ പരിപാടി. എന്താ സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. അപ്പൊ എന്താ വിഷയം എന്ന് പറയണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വിഷയം അവസാനം നടക്കാത്ത കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ഒരു വയസ്സും കാലം ഒന്ന് കഴിഞ്ഞിട്ടും ഒരു വിഷയം നടന്നില്ലെങ്കിൽ ആ വിഷയത്തെ നിങ്ങൾ ഭയപ്പെടരുത്. അതില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. അത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. എന്ത് ചെയ്യണം? അത് മാറ്റപ്പെടാത്ത വിഷയം കുരിശെന്ന് പറഞ്ഞ പോലെ കർത്താവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓഹരിയായിട്ട് നിങ്ങൾ റെമിറ്റ് ചെയ്യണം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.
എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്നു എല്ലാ കുരിശുകൾക്കും നാമം, എല്ലാ തോൽവികൾക്കും നാമം, നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി എല്ലാ നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ഇപ്പം മക്കൾക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം? ചില വിഷയങ്ങൾ കാരണം അത് നടന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആ ചേർത്ത് ചെയ്ത പോലെ മറുതലിക്കാൻ പോകരുത്. മറുതലിപ്പ് പണ്ട് മുതലേ ഉള്ള ഒരു ഉടമ്പടി ജനതയ്ക്കുണ്ടാകുന്ന ഒരു നാശകോടാലിയാണ് ഈ മറുതലിപ്പെന്ന് പറയുന്നത്. നമ്മൾ ഒന്നെങ്കിൽ മറുതലിക്കത്തില്ല, നമ്മൾ നിരാശപ്പെടും. എന്ന് പറയൂ, ഇനി ഞാൻ പ്രാർത്ഥിക്കണില്ല. മമ്മിയോട് പറയും, മമ്മി ഇനി ഞാൻ പ്രാർത്ഥിക്കണില്ല എന്ന് പറയത്തില്ലേ? മറുതലിപ്പാണ് സംഭവം. ചില പറയും ഇനി ഞാൻ ഒരു ദൈവത്തിനെയും വിളിക്കത്തില്ലെന്ന് പറയും. അത് മറുതലിപ്പാ സംഭവം. കാര്യം നിങ്ങൾ ഈ ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുഴിയാഴ്ച കുമ്പസാരം പോലെയല്ല. നമ്മൾ ഈ പള്ളിയിലൊക്കെ കുമ്പസാരിക്കത്തില്ല. അപ്പോൾ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ബന്ധുക്കൾ പോയി കുമ്പസാരിക്കും. ചില ആൾക്കാർ ഇങ്ങനെ കുമ്പസാരക്കുള്ളിലോട്ട് ഇങ്ങനെ കഴുത്ത് വളച്ച് നോക്കും, അച്ഛനുണ്ടോ? ആ അച്ഛനുണ്ട്. എന്നാൽ പൊഴിച്ച് ഒരു കുമ്പസാരത്തിന് ജപം പോലും ചെല്ലത്തില്ല. ചാടി നിറച്ചിൽ വാഴ പൊക്കയിൽ വീണ പോലെ അങ്ങോട്ട് ചെന്ന് വീഴും. അവർ കുമ്പസാരത്തിൽ ഒരു അനുതാപവും ഇല്ല, അവർക്കൊന്നുമില്ല. അച്ഛനുണ്ട് എന്നാൽ കയറി ഫയർ ചെയ്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. ആ ഉടമ്പടിയുടെ നിലപാടിൽ ഭയം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയത്തിൽ നടക്കത്ത് നിരാശയും ഭയവും ഒതുമിച്ചാണ് വരണത്. ഭയം കഴിഞ്ഞിട്ടാണ് അവന് നിരാശ വരണത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഭയമുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ആ വിഷയത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഭയം വരണത്. അതില്ലെങ്കിൽ ഒന്നുമില്ലാത്ത പോലെയാണ് സംഭവം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ദൈവത്തിനെ തന്നെ കിട്ടിയിട്ട് കാര്യമില്ല. അതാണ് സംഭവം. അത് ഭയങ്കര സീരിയസ് ആകട്ടെ ഞാൻ പറയണത്. നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വിഷയം കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. അത് ദൈവത്തെക്കാൾ ഉപരി ചില സമയത്ത് നമ്മൾ വിഷയത്തെ സ്നേഹിക്കും. അത് ഒരു അപകടമാണ്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, വചനത്തിലൂടെ ഇട്ടതുപോലെ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് അതിന്റെ പിന്നാലെ വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ അടിച്ചുകൊണ്ട് പോകണം. വിശ്വസിച്ചിരുന്നു കാണാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവോ വിശ്വസിച്ചിരുന്നു.
വിശ്വാസത്താൽ എന്നിൽ ചേർക്കുകയാണ് കാണുക. വിശ്വാസത്താൽ എന്നിൽ ചേർക്കുകയാണ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, സ്വയം പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുന്നിടത്ത് നിന്റെ ശുശ്രൂഷകനും ആയിരിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളെ തന്നെ പരിത്യജിച്ച് വലിയ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് യേശുവേ, അടയാളങ്ങൾ കണ്ടില്ലെങ്കിലും യേശുവേ, നിന്നെ അനുഗമിക്കുവാൻ ഈ ആരാധനയിലൂടെ അധികമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുക. വിശ്വാസത്താൽ എന്നിൽ ചേർക്കുകയാണ് കാണുക. വിശ്വാസത്താൽ എന്നിൽ ചേർക്കുകയാണ് കാണാത്ത കാര്യങ്ങൾ കണ്ണുനീരുന്നവോ വിശ്വസിച്ചിരുന്നു നിൽക്കത്താവേ. കാണാത്ത കാര്യങ്ങൾ കണ്ണുനീരുന്നവോ വിശ്വസിച്ചിരുന്നു നിൽക്കത്താവേ. കാണുക. വിശ്വാസത്താൽ എന്നിൽ ചേർക്കുകയാണ് യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ ഹല്ലേലൂയ ആരാധന. കൃപാസനത്തിന്റെ എല്ലാ ആരാധനകളെയും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും തുടങ്ങിയിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ദൈവമേ നന്ദി. ദൈവമേ മഹത്വം. ദൈവമേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയുടെ മക്കളെ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം താഴ്വണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, സ്ഥലം നികർത്തി കിട്ടാൻ നിവൃത്തിയില്ലാത്തവര്, സ്ഥലം മാറ്റി കിട്ടാൻ പറ്റാത്തവര്, ഇന്റർവ്യൂവിന് ടെസ്റ്റിന് ഒരുങ്ങുന്നവര്, നടന്ന ഇന്റർവ്യൂ ടെസ്റ്റിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിവാഹ തടസ്സങ്ങളിൽ വിഷമിക്കുന്നവര്, മക്കളില്ലാത്തവര്, പിരിഞ്ഞു താമസിക്കുന്ന വിവാഹിതര്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, വിദേശ ജോലിയുടെ വിസ കാലം കഴിഞ്ഞവര്, പുതുക്കി കിട്ടാത്തവര്, രേഖാമൂലമുള്ള തടസ്സങ്ങൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ,
എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതരെ, കടകമ്പോളം നടത്തുന്നവരെ, വരുമാനമാർഗം നഷ്ടപ്പെട്ടു പോയവരെ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, കടകളെ നഷ്ടത്തിലോടുന്നവരെ, വരെ തൊഴിൽ കണ്ടുപിടിക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്നവരെ, തൊഴിലിന് ചതിപ്രകൃതിയുടെ തൊഴിൽ നഷ്ടപ്പെട്ടവരെ, കാണാതെ പോയ വസ്തുക്കൾ, കാണാതെ പോയ പ്രമാണങ്ങൾ, കാണാതെ പോയ രേഖകൾ, സ്വർണ്ണങ്ങൾ, ഉരുപ്പടികൾ, മക്കളില്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നി രോഗികൾ, എല്ലാ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിസർപ്പ രോഗികൾ, വാതരോഗികൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ സ്പർശിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിന്റെ നാമത്തെ ആശീർവദിക്കുന്നു. മുട്ടനിക്കുക, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ, സർവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പഴുതാടുന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും, ഓരോ മകളുടെ മേലും, കുഞ്ഞുങ്ങളുടെ മേലും വെക്കണമേ. അടിപ്പിണർ പോലെ, വൈരാഘാതം പോലെ ദൈവിക ശക്തി നിങ്ങളുടെ മസിലുകളിലേക്ക്, കോശങ്ങളിലേക്ക്, കശികളിലേക്ക്, നാടിഞരമ്പുകളിലേക്ക്, രോഗകോശങ്ങളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ, ഇറങ്ങി വസിക്കട്ടെ, ഇറങ്ങി വസിക്കട്ടെ. മാരക രോഗങ്ങള്, മാരക രോഗങ്ങള് നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ. ആരാധിച്ചിരാ താഴവണങ്ങിരാ ആശ്രയിച്ചിരാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിരാ താഴവണങ്ങിരാ ആശ്രയിച്ചിരാ ദിവ്യകാരുണ്യത്തെ. മൗനമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, പറമ്പ് വിൽക്കാനുള്ളവര്, മക്കളുടെ അഡ്മിഷന് വേണ്ടി പരക്കം പായുന്നവര്, അലോട്ട്മെൻറ്റിൽ ഇപ്പോഴും വരാത്തവർ, ഏതെടുക്കണമെന്ന് അറിയാൻ പാടാതെ, ഏത് ഗ്രൂപ്പ് എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷനുള്ളവർ, താഴത്തെ കുഞ്ഞുങ്ങളെ, മുകളിലത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ കാരണം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ പ്രയാസമുള്ളവർ, ഏതെല്ലാം തരങ്ങൾക്ക് കൊണ്ട് വേദന അനുഭവിക്കുന്നു, അതെല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ
ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ദൈവപിതാവേ നന്ദി ദൈവപിതാവേ മഹത്വം ദൈവപിതാവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യാത്രയുള്ളവരെ യാത്രയ്ക്ക് ഡേറ്റ് നിശ്ചയിക്കേണ്ട ഡേറ്റുകൾ സമർപ്പിക്കട്ടെ. പരീക്ഷയുള്ളവരെ പരീക്ഷ ഡേറ്റുകൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. റിസൾട്ട് വരാൻ പോകുന്ന ഡേറ്റുകളുള്ളവരുണ്ട്, ആ ഡേറ്റുകൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് ബയോപ്സിയുടെ റിസൾട്ട് എടുക്കാൻ പോകുന്നവർ ആ ഡേറ്റ് ഉണ്ട്, സമർപ്പിക്കട്ടെ. ഡെലിവറി ഡേറ്റുകൾ തന്നിട്ടുണ്ട് നേരത്തെ, അത് സമർപ്പിക്കട്ടെ. പരീക്ഷാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ. കാലത്തിന് മേൽ അധികാരമുള്ള സമയത്തിന് അധികാരിയെ സഞ്ചാരി മാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഒക്കെ പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി മഹത്വം മഹത്വം. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായ ബന്ധുക്കൾ, ജോലി ചെയ്യാൻ പറ്റാത്ത ഓഫീസ് ഇടങ്ങൾ, തൊഴിലിടങ്ങൾ, ജോലി സ്ഥലങ്ങൾ, ഭീഷണികൾ, പരസ്പരമുള്ള സ്പർദ്ധകൾ, ഗ്രൂപ്പുകൾ, സമാധാനമില്ലാത്ത സമൂഹ ജീവിതം, എല്ലാ മേഖലയും കർത്താവിൻ്റെ കൃപ നൽകട്ടെ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ഭിന്നതയോടെ ഇരിക്കുന്ന മാതാപിതാക്കളും മക്കളുടെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റാത്ത കാരണം അവരെ വീട് വിട്ട് നിൽക്കുന്നവരും, വേറെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരും, വീട് വിട്ടുപോയവരും, മാതാപിതാക്കന്മാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ പെരുമാറുന്ന കുഞ്ഞുങ്ങളുടെ മാനസാന്തര എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. മരണ വീടുകൾ, അടിക്കടി മരണം നടന്ന കുടുംബങ്ങൾ, അവിടെ ജീവിച്ചിരിക്കുന്നവർക്കുണ്ടാകുന്ന മാനസിക വ്യഥകൾ, ആത്മധൈര്യം നഷ്ടപ്പെട്ടുള്ള അവസ്ഥകൾ, പരിശുദ്ധമ്മയുടെ സാന്നിധ്യ വീടുകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ അണയുന്നു ഞാൻ തിരുമുമ്പിലാ അതിലൂടെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ അണയുന്നു ഞാൻ തിരുമുമ്പിലാ അതിലൂടെ നോക്കണമേ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പം തന്നെ ഈശോയെ, ഞങ്ങളെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് നിൻ്റെ പിന്നാലെ വരുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ എല്ലാം പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുമ്പോൾ, നിന്നെ ശുശ്രൂഷിക്കുമ്പോൾ, നീ ആയിരിക്കുന്നിടത്ത് ശുശ്രൂഷകനും ആയിരിക്കുമെന്ന വലിയ വചന വെളിപാടിനെ അനുസ്മരിച്ചുകൊണ്ട് ദൈവപിതാവേ, ഞങ്ങളുടെ ഉടമ്പടി യാത്രയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഏറ്റെടുത്ത് പുഷ്പമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ